ഇനി അല്ലെങ്കിൽ ഇവിടെ കറങ്ങിയിട്ട് സാധനം പോലെ ഇപ്പൊ നിൽക്ക് നേരെ ഏകദേശം വീടുകളിലൊക്കെ എല്ലാ ദിവസവും നടക്കുന്ന എന്താണ്, നേരെ രാവിലെ എണീക്കുന്നു, പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കുന്നു, പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നു, കിടക്കുന്നു, വീണ്ടും പിറ്റേ ദിവസം ഇത് തന്നെ. ഇതിൽ സ്ഥിരമായിട്ട് ഒരേപോലെ ചെയ്യുന്ന ജോലിയാണ് വീട് മുഴുവൻ ക്ലീൻ ആക്കുക. ഒരേ സ്ഥലം, ഒരേ രീതി, ഒരു മാറ്റവും ഇല്ല. എന്നാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഉറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതിന് മുന്നെയോ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് നല്ല തുടച്ച് വെക്കുന്ന ഒരു ഡിവൈസ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ നമുക്ക് വേണ്ട സമയത്ത്, വേണ്ട സ്ഥലത്ത്, വേണ്ട രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഓട്ടോമാറ്റിക് ആയിട്ട് പൊടി വലിച്ചെടുക്കുന്നതിന് പുറമെ തന്നെ നനച്ച് തുടച്ചു തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അഗാരോ എന്ന ബ്രാൻഡിന്റെ ആൽഫ റോബോട്ട് 2-in-1 വാക്വം ക്ലീനർ. കാണാൻ കുറച്ച് ചെറുതാണെങ്കിലും കുറച്ച് ചെലവുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും ഉപകാരമുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലൊരു ബോക്സിലാണ് നമുക്ക് കിട്ടുക. അഗാരോയുടെ പാക്കേജ് എല്ലാം സോ ഗുഡ്. ബോക്സിൽ 2 ഹെപ്പ ആൻഡ് സ്പോഞ്ച് ഫിൽറ്റർ, 4 സൈഡ് ബ്രഷ്, അതിൽ 2 എക്സ്ട്രാ ആണ്, 1 ക്ലീനിങ് ബ്രഷ്, മോപ്പ് ബോർഡ്, 2 മോപ്പ് ക്ലോത്ത്, ചാർജിംഗ് ഡോക്ക്, പവർ അഡാപ്റ്റർ, യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്, പിന്നെ മെയിൻ യൂണിറ്റും. ഇത്രയാണ് നമുക്ക് ലഭിക്കുക. ഇനി ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഡിസൈന് നമ്മൾ നോർമൽ ആയിട്ട് കാണുന്ന റോബോട്ട് വാക്വം ക്ലീനർ പോലെ തന്നെയാണ്, ബട്ട് ബിൽഡ് ക്വാളിറ്റി റിയലി ഗുഡ്. പിന്നെ ഒരു പ്രീമിയം ഫീലും കിട്ടുന്നുണ്ട്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ടോട്ടൽ സൈസ് വരുന്നത്. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുകളിലായിട്ട് തന്നെ പവർ ആൻഡ് ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെ വൈഫൈ LED ഇൻഡിക്കേറ്ററും ഉണ്ട്. ഈ പൊങ്ങി നിൽക്കുന്ന ബട്ടൺ ഒന്നുമല്ല, ലേസർ റഡാർ ആണ്. അതായത് ഇത് എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്യേണ്ട റൂമിന്റെ മാപ്പിംഗ്, തട്ടാതെ മുട്ടാതെ എവിടെയൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഇവിടെ സൈഡിലായിട്ട് ഇൻഫ്രാറെഡ് റിസീവറുകളും പിന്നെ താഴെയായിട്ട് കുറച്ച് സെൻസറുകളും കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് മുന്നിൽ തടസ്സം വല്ലതും ഉണ്ടോ, താഴേക്ക് വല്ല കുഴിയുണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത്. 3 വീലുകളാണ് ഇതിനുള്ളത്. 360 റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വീലും പിന്നെ ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള 2 വീൽസും. ഈ കാണുന്ന പോലെ റിമൂവബിൾ റോളിംഗ് ബ്രഷ് ആണ് തന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് മുന്നിലുള്ള ഡസ്റ്റ് ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി കൊടുക്കുന്ന സൈഡ് ബ്രഷ് ഇതാ ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡ് ബ്രഷ് ആണ്, നമുക്ക് എക്സ്ട്രാ 2 ബ്രഷും കൂടെ കിട്ടുന്നുണ്ട്. 3000 kPa സെക്ഷൻ പവർ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഇത് ക്ലീൻ ചെയ്യുന്നു. റോബോട്ട് വാക്വം ക്ലീനർ എന്നൊക്കെ കേൾക്കുമ്പോൾ യൂസ് ചെയ്യാൻ ഒരുപാട് പണിയാണെന്നൊക്കെ ആയിരിക്കും പലർക്കും ചിന്ത. ഇത് യൂസ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇതിന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ കണ്ടെയ്നർ റിമൂവ് ചെയ്തെടുക്കാം. ഇവിടെ ഈ കാണുന്ന ഈ റബ്ബറിന്റെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മോപ്പ് ചെയ്യാനുള്ള വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്യാം. 250 ml വാട്ടർ ആണ് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റുക. അതിനുശേഷം ഇതൊക്കെ അടച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ചു വെക്കുക. ഇതിന് കൂടെ തന്നെ ഫ്ലോർ നിങ്ങൾ തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോപ്പ് ക്ലോത്ത് എടുത്തിട്ട് ഈ മോപ്പ് ബോർഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റോബോട്ടിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് നീക്കി കൊടുത്താൽ മതി, അവിടെ ഫിറ്റ് ആയിട്ട് നിൽക്കും. ഇനി നേരെ പവർ ഓൺ ചെയ്താൽ മതി. അത്ര മാത്രമേ ആദ്യം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഏകദേശം 99% ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യുന്നത് സ്മാർട്ട് ലൈഫ് എന്നുള്ള ആപ്പിലൂടെയാണ്. ജസ്റ്റ് യൂസർ മാനുവൽ ഇതെങ്ങനെ കണക്ട് ചെയ്യണം എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ കുറേ വീഡിയോസും അവൈലബിൾ ആണ്. അതിൽ നോക്കി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാവുന്നുള്ളൂ. ഒരു തവണ കണക്ട് ചെയ്താൽ മതി, പിന്നെ ഇങ്ങനെ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ആപ്പിലൂടെ ഒക്കെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 2.4 GHz വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. അല്ല നേരെ വാങ്ങിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ആപ്പ് ഇതുമായിട്ട് പൂർണ്ണമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റൂം മുഴുവനായിട്ട് ഇതുപോലെ നടന്ന് സ്കാൻ ചെയ്യും. എന്നിട്ടൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും. എവിടെയൊക്കെ തടസ്സങ്ങളുണ്ട്, എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, എത്ര ഈ റൂമിന് വലിപ്പം വരുന്നുണ്ട്, എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം, അതെല്ലാം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നടന്ന് കുറച്ചൊരു 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ സമയം വരുന്നതാണ്. നിങ്ങളുടെ റൂമിന്റെ സൈസിനനുസരിച്ചിരിക്കും. എന്നിട്ട് ഈ ഒരു മാപ്പ് നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും. ഇനീഷ്യൽ സെറ്റപ്പ് അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ട സമയം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആപ്പിൽ സെലക്ട് റൂം എന്ന് കൊടുത്ത് ക്ലീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ചാർജിങ് ഡോക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ചാർജിങ് ഡോക്കിൽ വന്ന് നിൽക്കും. ആപ്പിലുള്ള ഈ ഒരു മാപ്പിലൂടെ നമ്മൾ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ലൈവായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എവിടെയൊക്കെ ഏരിയ എത്തിയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലമാണ് ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അപ്പം നമുക്ക് ഇതിൽ റൂട്ട് മാപ്പായിട്ട് കാണും. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പിന്നീട് ആ റൂമിൽ നമ്മളിപ്പോൾ വല്ല ചെയറോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലും ആ ഒരു ഭാഗത്തിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് മാറിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യും എന്നുള്ളത് പ്രത്യേകമാണ്. അത് മാത്രമല്ല ഇത്
ഡസ്റ്റ് വലിക്കുന്നതിന് പുറമെ തന്നെ ഇത് മോപ്പും കൂടെ നമുക്ക് ചെയ്തു തരും. ഇനി ഇത് പോകുന്ന വഴികളിൽ വല്ല സ്റ്റെപ്പോ താഴ്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതൊക്കെ സെൻസ് ചെയ്തെടുത്തിട്ട് ആ ഭാഗത്തേക്ക് പോകാതെ മാറിപ്പോകും. എന്താ അല്ലേ? ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി, എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട്, എത്ര ഏരിയ ഇപ്പോൾ ഇത് കവർ ചെയ്തു, അതൊക്കെ നമുക്ക് ആപ്പിലൂടെ ഇതുപോലെ കാണാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റൂം തന്നെ പല രീതിയിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി അതല്ല, പല റൂമുകളും പല കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കുട്ടികളുടെ റൂം ഉണ്ടാവും, അപ്പോൾ അവിടേക്കൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പണി തീർന്ന്. അതേപോലെ തന്നെ വെള്ളമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത റൂമുകൾ, ഏരിയകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുള്ള പേടി വേണ്ട. ഇനി വല്ല മുക്കിലോ മൂലയിലോ പോയിട്ട് നമ്മൾ വരുന്ന സമയത്ത് റോബോട്ട് കാണാതായാൽ ലുക്കിംഗ് ഫോർ മെഷീൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് സൗണ്ട് വരും. അങ്ങനെ കണ്ടുപിടിക്കാം. എല്ലാരും വിളിച്ചു. ഇനി ഇങ്ങനെ ഓട്ടോമാറ്റിക് മാത്രമല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാനുവൽ ആയിട്ട് ഒരു റിമോട്ട് കാർ പോലെ തന്നെ നമുക്ക് ഈ മൊബൈലിലൂടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ആപ്പിലൂടെ ചെയ്യുന്ന പലതും അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് ഇതൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും കൺട്രോൾ ചെയ്യാം. ഈ പറഞ്ഞതല്ലാതെ ഇതിന് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ എക്കോ, സ്റ്റാൻഡേർഡ്, സ്ട്രോങ്, സൂപ്പർ സ്ട്രോങ്, ഇങ്ങനെ 4 അഡ്ജസ്റ്റ്മെന്റ് സെക്ഷൻ സെറ്റിംഗ്സ് ആണ് ഇതിലുള്ളത്. ഈ ഒരു സെറ്റിംഗ്സ് എല്ലാം സ്ക്രീനിൽ കാണിക്കുന്ന ഒരു പവറിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അത് മാത്രമല്ല, ഇത് നമ്മൾ മാനുവൽ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാന്നേ. ഇത് ഓരോ ഫ്ലോറിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സെക്ഷൻ പവർ മാറിക്കൊണ്ടിരിക്കും. അതായത് സ്പീഡ് കുറയും കൂടും. കുറച്ച് ക്ലീനിങ് മോഡും തന്നിട്ടുണ്ട്. ക്വിക്ക് ക്ലീനിങ്, Y and U ഷേപ്പ്ഡ് ക്ലീനിങ്, എഡ്ജ്, അങ്ങനെ പല രീതിയിൽ ഇതിനെ കൊണ്ട് ക്ലീൻ ചെയ്തെടുപ്പിക്കാം. മനുഷ്യനല്ലാത്തതുകൊണ്ട് പരാതിയും പറയില്ല. ഇത് ക്ലീൻ ചെയ്യുമ്പോഴും ക്ലീൻ കഴിഞ്ഞാലും ചാർജ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ ഡസ്റ്റ് കണ്ടെയ്നർ എടുക്കുമ്പോഴും വെക്കുമ്പോഴും അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇത് ഇതുപോലെ വോയിസ് ആയിട്ട് ഇൻഡിക്കേഷൻ തരും. പിൻ ആൻഡ് ഗോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള കുറച്ച് ഏരിയകൾ മാത്രം ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്തു തരും. ഇതിൽ വർക്ക് മോഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു കാർപ്പറ്റ് മാത്രമുള്ള റൂമിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഡസ്റ്റ് മാത്രം കളക്ട് ചെയ്താൽ മതിയാവും, മോപ്പ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡസ്റ്റ് കളക്ട് എന്ന് മാത്രമാക്കി വെക്കാം. ഇനി അതുപോലെ തന്നെ മോപ്പും ഡസ്റ്റും കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. മോപ്പ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇത് ഏതെല്ലാം സമയത്ത് എവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, എത്ര ടൈം ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ആ റൂമിൽ ഇല്ലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും റെക്കോർഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാത്ത എന്തെങ്കിലും പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് മാനുവലായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ റൂമൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ പോയിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ശീലമായിക്കോളും. ഈ കാണുന്ന പോലെ തന്നെ ഡസ്റ്റിന്റെ കണ്ടെയ്നർ വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കളക്ട് ചെയ്തിട്ടുള്ള ഡസ്റ്റ് എല്ലാം അതിൽ നമുക്ക് കാണാം. അത് ഇതുപോലെ തന്നെ ഒഴിവാക്കാം. എന്നിട്ട് ഈ ഒരു HEPA ഫിൽറ്റർ ഇതിന്റെ ഉള്ളിലുണ്ട്. അതൊന്ന് ഇതുപോലെ എടുത്തിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് കണ്ടെയ്നറും ഫിൽറ്ററും കൂടെ വെള്ളം ഉപയോഗിച്ച് കഴുകി അത് ഡ്രൈ ചെയ്തതിനു ശേഷം അതിലേക്ക് തന്നെ തിരിച്ചു വെക്കുക. ഇതിന്റെ ഈ ഒരു ഫിൽറ്റർ 3 മാസം കൂടുമ്പോൾ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യണം. ഇതിന്റെ കൂടെ വരെ എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് വേറെ അഡീഷണൽ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം ഈ മെയിൻ സാധനം റോളിംഗ് ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇപ്പൊ തന്നെ നോക്കിയ ഡസ്റ്റ് മേറൊക്കെ എത്രയാണെന്നുള്ളതാ. നമ്മൾ കാണാത്തതും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ആവാത്തൊക്കെ ഇത് നല്ല കൂളായിട്ട് തന്നെ വലിച്ചെടുക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ തന്നെ ബ്ലേഡൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സുഖമായിട്ട് തന്നെ ഇതൊക്കെ റിമൂവ് ചെയ്ത് ഡസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുടിയൊക്കെ കുരുങ്ങി അതിൻ്റെ ബ്രഷ് ഒന്നും പെർഫെക്റ്റ് ഇല്ലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ക്ലീനിങ്ങിൻ്റെ പെർഫെക്ഷനും കുറയും. അപ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഡസ്റ്റ് കളക്ട് മാത്രമല്ല മോപ്പും കൂടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോപ്പിൻ്റെ ക്ലോത്തും നമുക്ക് കിട്ടും. അതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അതും ഉണക്കി വെക്കാവുന്നതാണ്. ഇനി ഇതിന് ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3200 mAh കപ്പാസിറ്റി ആണുള്ളത്. ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100 മിനിറ്റ് ഇത് ക്ലീൻ ചെയ്യും. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ക്ലീൻ ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത് സിംഗിൾ ചാർജ്. ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ ഇത് തന്നെ നല്ല കുട്ടിയായിട്ട് ആ ചാർജിങ് ഡോക്കിൽ വന്നിട്ടാണ്ട് ഇരിക്കും. അപ്പോൾ വീണ്ടും ചാർജ് ആവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ചാർജിങ് ബാറ്ററി കപ്പാസിറ്റി ഒരു വിഷയമല്ല. അപ്പോൾ ഇനി ക്ലീനിങ്ങിനിടെ അഥവാ അങ്ങനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജിങ് ഡോക്കിലേക്ക് പോയിട്ട് സെൽഫായിട്ട് ചാർജ് ചെയ്യും. ഇനി ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ തിരിച്ച് എവിടെ നിന്നാണോ ക്ലീൻ ചെയ്ത് നിർത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് ഡോക്ക് വരുന്നത്. ഇത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റൂമിൻ്റെ
വീടിന്റെ ഏതെങ്കിലും ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള സോണിൽ ഇത് വെക്കുക, അതിലേക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കയറി ഇറങ്ങി പൊക്കോളും. ഇനി ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് സാധനം കൊള്ളാം, നല്ല ഉപകാരമുള്ള സാധനമാണ്. പിന്നെ ക്വാളിറ്റി ബേസും അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഇതിന് ആദ്യം നമ്മൾ കുറച്ച് ക്യാഷ് ചെലവാക്കണം. അപ്പോൾ അതിനുള്ള ഉപകാരമൊക്കെ നിങ്ങളെ വീട്ടിൽ നടക്കോ, വീട് അതിനനുസരിച്ചുള്ള വലിപ്പം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലുള്ള സംഭവങ്ങൾ വാങ്ങിക്കാൻ. ഇപ്പൊ നിങ്ങളുടെ വീട് വലിയ വീടാണ്, വലിയ വീട് എന്ന് പറഞ്ഞാൽ വലിയ വീട് എന്നല്ല ഉദ്ദേശിച്ചത്, 2 ബെഡ്റൂം, ഒരു കിച്ചണ്, പിന്നെ ഡൈനിങ് ഹാള് അങ്ങനെയൊക്കെയുള്ള ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ ആ റൂമുകൾ തമ്മിലൊന്നും യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല പൊടിയൊക്കെ വലിച്ചെടുത്ത് നല്ല തുടച്ച് വൃത്തിയാക്കി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ ഈ സാധനം മതി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 100% മുതലാണ്. അതുപോലെ തന്നെ പ്രായമുള്ളവർ മാത്രമുള്ള വീടുകൾക്ക്, പിന്നെ അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുകയാണ്, ഈ പറഞ്ഞ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു സാധനം പെർഫെക്റ്റ് ഓക്കെയാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കാർപ്പറ്റിലായാലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ മുടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പറ്റി പിടിച്ചിരിക്കുന്നത്, അതൊക്കെ നല്ല നൈസായിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ വീഡിയോയിൽ കാണാം എത്രത്തോളം മുടിയാണ്. ജസ്റ്റ് ഞങ്ങൾ സാമ്പിൾ അടിച്ചാണ്, അതിൽ അത്രത്തോളം മുടി കിട്ടിയത്. 1 ഇയർ വാറണ്ടി കമ്പനി ഇതിന് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതുകൊണ്ടുള്ള ഉപകാരവും മറ്റുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന്റെ ലൈവായുള്ള പ്രൈസും അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ലൈവ് പ്രൈസ് ഉൾപ്പെടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുള്ളവർക്ക് അപ്പോഴും ഈ സാധനം വാങ്ങിക്കാവുന്നതാണ്. നല്ലൊരു മോഡലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേബിൾ ക്ലീൻ ചെയ്യാനും ഈ സാധനം മതി കേട്ടോ.